കർക്കിടക മാസം കഴിയുന്നതിന് മുന്നേ ഉപ്പേരി വെക്കാനായിട്ട് കുറച്ച് തകര പറിച്ചെടുക്കാൻ വന്നതാ. ഈ സ്ഥലത്ത് പഴയ കാപ്പിച്ചെടിയൊക്കെ മുറിച്ച് ഞങ്ങൾ പുതിയ ചെറിയ കാപ്പിത്തൈയും അതുപോലെ തന്നെ കവുങ്ങും തൈയും റീപ്ലാന്റ് ചെയ്ത സ്ഥലമാണ്. ഇവിടെ നല്ല മണ്ണിളക്കിയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം കുറേ തകര ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ തകരയൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ തകര കിട്ടിയിട്ടെങ്കിലും ഉപ്പേരി വെക്കാൻ ഇവിടെ വന്നപ്പോൾ വേറെ ഐറ്റം കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് പറിച്ചെടുക്കാം. നമ്മൾ പറിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി ഉണ്ട്. നല്ല കരുത്തുള്ള പൊന്നാങ്കണ്ണി. ഇവിടെ ഒരു കൂട്ടം, ഇവിടെ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ കണ്ടോ, പല കൂട്ടങ്ങളായിട്ട് പൊന്നാങ്കണ്ണി നിറച്ചുണ്ട് ഇവിടെ. ഇതുപോലെ പൊന്നാങ്കണ്ണി പൊട്ടിച്ചെടുക്കുക. കുറച്ച് തണ്ടും ബാക്കി ഇലയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെയാണ് പൊട്ടിക്കേണ്ടത്. ഇഷ്ടം ഇത് ഈ പൊന്നാങ്കണ്ണി നട്ട പൊന്നാങ്കണ്ണി അല്ല കേട്ടോ. 2 ഐറ്റം പൊന്നാങ്കണ്ണി ഉണ്ട്. 2 ഐറ്റം അല്ല, നമ്മൾ നടുന്ന കൃഷി ചെയ്തുണ്ടാക്കുന്ന പൊന്നാങ്കണ്ണി ഉണ്ട്. ഇത് വെറുതെ നമുക്ക് പ്രകൃതിയിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന പൊന്നാങ്കണ്ണിയാണ്. മറ്റേ നമ്മൾ നട്ട് കൃഷി ചെയ്യുന്ന പൊന്നാങ്കണ്ണി ഉണ്ട്. അതിലൊക്കെ എത്ര ടേസ്റ്റ് കൂടുതലാണ് ഈ പൊന്നാങ്കണ്ണിക്ക്. നല്ല പൊട്ടിച്ചെടുക്കാൻ നല്ല തെളിർത്തതാട്ടോ. ഉപ്പേരി വെക്കാൻ കറക്റ്റ് ഭാഗമാണ്. ഇതുപോലെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് തകര കിട്ടിയില്ലെങ്കിലും ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി കിട്ടിയിട്ടുണ്ട്. ഈ പൊന്നാങ്കണ്ണി കുറച്ച് വലിയ പൊന്നാങ്കണ്ണിയാണ്. ഇത് കരയിലുണ്ടാകുന്ന പൊന്നാങ്കണ്ണി, അത് കരസ്ഥലാണ്. അതുപോലെ തന്നെ വയലിലുണ്ടാകുന്ന പൊന്നാങ്കണ്ണി ഉണ്ട്, അത് കുറച്ചുകൂടെ ചെറുതായിരിക്കും. രണ്ടിനും ഒരു വെള്ള പൂ ഉണ്ടാവും. ഇതിപ്പം പൂക്കുന്നതിന് മുന്നേ നമ്മൾ പറിക്കുന്നുണ്ട്. പൂത്ത് കഴിഞ്ഞാൽ ഇതിന്റെ രുചി പോകും. അപ്പം ഏറ്റവും നല്ല ഇളം സമയത്ത് ഇതുപോലെ പറിച്ചെടുക്കുന്നതാണ്. പറിച്ചെടുക്കല്ലേ, നമ്മൾ നുള്ളിയെടുക്കുക. ഇതുപോലെ നുള്ളിയെടുക്കുക. അപ്പോൾ മറ്റേ പൊന്നാങ്കണ്ണി വയലിലാവുമ്പോൾ തന്നെ നമുക്ക് വേനൽക്കാലത്തൊക്കെ ഉണ്ടാവും. ഈ പൊന്നാങ്കണ്ണി പിന്നെ മഴക്കാലത്ത് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുക. മഴക്കാലത്ത് കൂടുതൽ നനവ് കിട്ടുമ്പോൾ കരഭാഗത്ത് ഇതുപോലെ പൊന്നാങ്കണ്ണി നല്ല ഉണ്ടാവും. പണ്ടൊക്കെ തന്നെ പൊന്നാങ്കണ്ണി വീട്ടിൽ എപ്പോഴും വെക്കലുണ്ട് കേട്ടോ. എവിടെ കണ്ടാലും ഉമ്മയൊക്കെ ഇത് നുള്ളിക്കൊണ്ടുവരും. ചിലപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇത് പെട്ടെന്ന് കാണാം. എവിടെ കണ്ടാലും ഇതുപോലെ നുള്ളിക്കൊണ്ടുവരും. വയലിൽ പിന്നെ വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ ഉപ്പേരി വെക്കാൻ വയലിന് അധികം കിട്ടും. വയലിൽ നല്ല തണുപ്പുള്ളതുകൊണ്ട് എപ്പോഴും വയലിലുണ്ടാവില്ല. കണ്ടില്ലേ, ഇതുപോലെയാണ് നുള്ളി എടുക്കേണ്ടത്. വേണ്ട, ഇതൊന്നും പോരാ, കുറച്ച് കൂടുതൽ വേണം. ഇതൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ കറി ഉപ്പേരിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ കുറഞ്ഞു വരും. അപ്പൊ അത്രയും കൂടുതൽ ഉപ്പേരിയൊക്കെ അരിഞ്ഞിട്ടാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറഞ്ഞു വരും. അപ്പം അതിന്റെ ഇടയ്ക്ക് ഒരു കാട് കയറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ പൊന്നാങ്കണ്ണി നല്ല ഇതാണ് തെളുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നുള്ളിയായി കിട്ടുന്നുണ്ട്. നമ്മൾ മഴക്കാലത്ത് കൂട്ടേണ്ട ചേമ്പുന്തണ്ട് താളൊക്കെ ഇപ്പോൾ വെച്ചു. ഇന്ന് പൊന്നാങ്കണ്ണി അല്ല, സൂപ്പർ പൊന്നാങ്കണ്ണിയും കിട്ടി. പിന്നെയുള്ള തകര മാത്രം. തകര നമുക്ക് എന്ത് ചെയ്യുക, ഈ ആഴ്ച എവിടെന്നെങ്കിലും തപ്പിയെടുത്താൽ കിട്ടും. നമ്മൾ കർക്കിടകം കഴിയുന്നതിന് മുന്നേ എവിടെന്നെങ്കിലും തകരയും കണ്ടെത്തും. അപ്പൊ നല്ല പൊന്നാങ്കണ്ണിയിൽ വേറെ എന്താ വെച്ചാൽ നല്ല ഔഷധ ഗുണം ഉണ്ട് കേട്ടോ. പൊന്നാങ്കണ്ണി കഴിക്കുന്നത് ഈ കാഴ്ച ശക്തി കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി കഴിക്കുന്നത്. അതുപോലെ തന്നെ കുറെ ഔഷധ ഗുണങ്ങളുണ്ട്. മഴക്കാലത്ത് നമ്മൾ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ അതാത് സീസണിൽ കിട്ടുന്നത് ഇതുപോലെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മഴക്കാലത്ത് തന്നെ കഴിക്കണം. അങ്ങനെ സീസണിൽ കിട്ടുന്നത് കഴിച്ചാൽ തന്നെ ഒരുവിധ രോഗങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതുപോലെയുള്ള വെള്ള പൂക്കള പൊന്നാങ്കണ്ണിക്ക് ഉണ്ടാവുക. ഇതിന് മൂത്ത് ഇവിടെ തന്നെ കൊഴിഞ്ഞ് പുതിയ തൈകൾ ഇവിടെ തന്നെ മുളച്ചു വരും. അപ്പൊ ഇതിന്റെ തലപ്പൊക്കെ മൂല്യം നല്ല വൃത്തിയുള്ളതാ. ഈ ഭാഗത്തോട്ട് കുറച്ചുകൂടെ തെളിച്ചുള്ളതുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മറ്റു ചെടികൾക്ക് ഇടയിൽ നിന്ന് പോലെ തെരഞ്ഞു പറിക്കണം. ആദ്യം കൂട്ടത്തിലുള്ളതിനെക്കാട്ടി കുറച്ചുകൂടെ തെളിച്ചുള്ളത് ഇവിടെയുള്ള പൊന്നാങ്കണ്ണിയുടെ ഇലകളാണ്. അപ്പൊ ഇതൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്ത ഇലകളാണ്, നല്ല സൂപ്പർ ഇലകൾ. അപ്പൊ നമ്മളിതാ കെട്ടുകെട്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര കെട്ടുകളാണ്. ഇത്രയും പൊന്നാങ്കണ്ണി ഉണ്ട്. ഇതിന് വീട്ടിൽ കൊണ്ടേ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പേരി വെച്ചു തരും.